വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ ഷാമിലിയുമായി ബെയിലിന്റെ ഓഫീസിലെത്തി തെളിവ് ശേഖരണം നടത്തി. മർദ്ദനം നടന്ന സന്ദർഭം വിലയിരുത്തി. സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരുടെ മൊഴികളും രേഖപ്പെടുത്തി. വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ ഷാമിലിയുമായി ബെയിലിന്റെ ഓഫീസിൽ തെളിവ് ശേഖരണം നടത്തിയിരിക്കുന്നു. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, ബെയിലിൻ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. അതിനിടെ ഷാമിലിയുമായി ബെയിലിന്റെ ഓഫീസിലെത്തി തെളിവ് ശേഖരണം നടത്തിയിരിക്കുന്നു. മർദ്ദനം നടന്ന സന്ദർഭമടക്കം വിലയിരുത്തിയിരിക്കുന്നു. വിശദാംശങ്ങൾ എന്താണ്? വൃന്ദ, ഇന്ന് ഉച്ചയോടെയാണ് ഇപ്പോൾ നേരത്തെ വരെ പോലീസ് ഈ മർദ്ദനമേറ്റ അഭിഭാഷക ഷാമിലിയുമായി ഈ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഓഫീസിൽ വച്ച് മർദ്ദനമേറ്റിരുന്നുവെന്നും ആ മർദ്ദനം നടന്ന സന്ദർഭവും പോലീസ് അളന്ന് തിട്ടപ്പെടുത്തി കൃത്യമായി മനസ്സിലാക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രതിക്കെതിരായുള്ള മൊഴികൾ അവിടെ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. ഇതിനുശേഷം പുറത്തിറങ്ങിയ ഷാമിലി അതിന് പ്രതികരണം നൽകിയിരുന്നു. അതായത് തെളിവുകൾ ശേഖരിക്കാനാണ് എത്തിയത്, ഒപ്പമുള്ളവരുടെ മൊഴി ശേഖരിച്ചു എന്നാണ്, മേസർ തയ്യാറാക്കിയതാണ്. പോലീസ് അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതേ സമയം ബെയിലിൻ ഒളിവിൽ തന്നെ തുടരുകയാണ്. ബെയിലിനെതിരായി പോലീസിന് കൃത്യമായി നടപടി സ്വീകരിക്കാൻ കഴിയാത്ത സാഹചര്യമായിരിക്കുകയാണ്. അത് പഞ്ചായത്ത് കമ്മീഷൻ അടക്കം കേസ് എടുത്തിട്ടും ബെയിലിൻ കൃത്യമായി ഒളിവിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ഉള്ള ഒരു സംഭവം. ഏതായാലും ബെയിലിനായിട്ടുള്ള അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ ചികിത്സയുടെ കാര്യം, ഈ യുവതിയുടെ ചികിത്സ കൃത്യമായി നടത്തി വരികയാണ്. യുവതിയുടെ മുഖത്ത് സാരമായ പരിക്ക് ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ തന്നെ. ഏതായാലും പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത്. ഷാമിലി പറയുന്നുണ്ട്, നേരത്തെ ഗർഭിണിയായിരുന്ന സമയത്തും തന്നെ ഉപദ്രവിച്ചിരുന്നു. ഈ ഓഫീസിൽ ആരോട് ചോദിച്ചാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് എന്നതടക്കം തന്നെ ഷാമിലി പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിൽ നേരത്തെ തന്നെ പല രീതിയിലുള്ള പ്രകോപനം ഉണ്ടായിരുന്നു. ഇതിനു മുൻപ് ഗർഭിണിയായിരുന്ന സമയത്ത് മർദ്ദനമേറ്റു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഷാമിലിക്ക് മർദ്ദനമേക്കുന്നത് ആദ്യം അല്ല, രണ്ടാം തവണയാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇതിനു മുമ്പുള്ള പ്രശ്നം, അതായത് അത് പലർക്കും അറിയാമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും അതിനെ കൂടി പോലീസ് അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുന്നുണ്ട്. നേരത്തെ തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഷാമിലി ഇക്കാര്യം കൃത്യമായി അറിയിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തി വരുന്നുണ്ട്. ഏതായാലും അതിന്റെ ഭാഗമായി തന്നെയാണ് കൂടുതൽ പേരുടെ മൊഴി എടുത്തിട്ടുണ്ട്, മേസർ തയ്യാറാക്കിയിട്ടുണ്ട്. പോലീസ് കൃത്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശരി വിഷ്ണു. ഭാരം കുറയ്ക്കൽ ശസ്ത്രക്രിയയിലെ ചികിത്സാ പിഴവിൽ യുവതിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടർന്നു. ശസ്ത്രക്രിയ നടത്തിയ സ്വകാര്യ ആശുപത്രി അടച്ചുപൂട്ടിയെങ്കിലും അന്വേഷണം ഉൾപ്പെടെയുള്ള നടപടികൾ മന്ദഗതിയിലാണെന്ന് ബന്ധുക്കൾ പരാതിപ്പെടുന്നു.